ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായിരിക്കും ഈ വ്ളോഗ് എന്നുള്ളത്. യെസ്, അങ്ങനെ അജയ് ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോവാണ്. അജയ് ഞങ്ങൾ ഒറ്റയ്ക്കാക്കി പോവാന്ന് വിചാരിക്കുമ്പോൾ ആരും ഒരു നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കൊന്നും വേണ്ട. അവൻ സോളോ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോളോ പോകുന്നതിൻ്റെ മുന്നേ അവന് ഓളോനൊന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം. പിന്നെ അതേപോലെ ക്യാമറ ബാഗ് വാങ്ങണം. പിന്നെ അതേപോലെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. രാവിലെ പോവാമെന്നാണ് ശരിക്കും വിചാരിച്ചത്, പക്ഷേ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി. അപ്പോൾ ഇനി പോയിട്ട് ലഞ്ചെല്ലാം കഴിക്കണം. കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നത് വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. നമ്മൾ ഒരു 2 days മുമ്പാണ് ഇവിടെ ബാംഗ്ലൂർ എത്തിയത്. എനിക്ക് തോന്നുന്നത് ഒരു 1.5 മാസത്തിന് ശേഷമാണ് നമ്മൾ ബാംഗ്ലൂരേക്ക് വന്നത്. ഓൾമോസ്റ്റ് ഒരു 1.5 മാസത്തോളം നമ്മൾ അവിടെ നാട്ടിലുണ്ടായിരുന്നു. കാലിക്കറ്റായിട്ടും എറണാകുളത്തായിട്ടും നമ്മൾ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വർക്കിൻ്റെ കാര്യമായിട്ടൊന്നും പോയതൊന്നുമല്ല, ജസ്റ്റ് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. ഇത് ഫസ്റ്റ് ടൈം അല്ല കേട്ടോ അവൻ സോളോ പോകുന്നത്. ഇതിൻ്റെ മുന്നേയൊക്കെ എപ്പോഴും സോളോ പോകാറുണ്ട്, പക്ഷെ അത് കൂടുതലും ബൈക്കിലാണ്. വർഷത്തിൽ ഒരു തവണയെങ്കിലും സോളോ പോകണം എന്നുള്ളത് അജയ്ക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം അവൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട്, അല്ലെ അവൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവന് ഈ സോളോ പോകുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും. അതേപോലെ ഇപ്പം വർക്ക് റിലേറ്റഡ് അജയ് വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകെ പോകെ സംസാരിക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. കാരണം ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് ലഞ്ച് എന്തായാലും പുറത്തുനിന്ന് ആക്കാമെന്ന് അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഹള്ളിമനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. നല്ല നാടൻ ടൈപ്പ് ഓഫ് ഫുഡ്, അതായത് കർണാടക സ്റ്റൈലിൽ നാടൻ ടൈപ്പ് ഓഫ് വെജ് ആൻഡ് നോൺ വെജ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓളോനെ സർവീസ് ചെയ്യാനല്ല. ഞാൻ അജയിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ അവൻ പറഞ്ഞത് സർവീസ് ചെയ്യാനല്ല, കാരണം 40,000-ൻ്റെ സർവീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓളോയ്ക്ക് കാലിക്കറ്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇത് അവൻ്റെ ലൈക്ക് ഓളോൻ്റെ ലൈറ്റിന് എന്തോ ഒരു പ്രശ്നം, ഫ്രണ്ടിലെ ലൈറ്റിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിക്കാത്തലോണിൽ പോകണം. അജയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഡ്രസ്സും അതേപോലെ ഷൂവും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാമറ ബാഗ് വാങ്ങണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണുള്ളത്. നമുക്ക് എന്തായാലും പോയി ഫുഡ് കഴിക്കാം. ഫുഡടി പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കിട്ടും. മട്ടൻ ഞാൻ കഴിക്കാത്തത് കൊണ്ട് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ചിക്കൻ ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എന്തോ അജയ് എനിക്ക് ഇന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ മേടിച്ചു തന്നു. ഇനി ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചതൊക്കെ ചെയ്യായിരിക്കും. കാരണം എന്നെ മാക്സിമം ഹാപ്പി ആക്കി നിർത്തുന്നുണ്ട്. കാരണം അജയ് സോളോ പോവുകയാണല്ലോ. വൺസ് ഇൻ എ ഇയർ സോളോ പോകണം എന്നുള്ള അജയ്ക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് ഇയർ അവൻ സോളോ പോയത് ഗോവയിലാണ്. 1 വീക്ക് ഞാൻ ഗോവയിൽ പോയിട്ടേ തിരിച്ചു വരുള്ളൂ. ജസ്റ്റ് എനിക്കൊന്ന് സോളോ പോകണം എന്നുള്ള രീതിയിൽ. പക്ഷെ ആ 1 വീക്ക് പിന്നെ 1 മന്തായി. എന്നിട്ടാണ് അജയ് തിരിച്ചു വന്നത്. അപ്പോൾ ഇത്തവണ അജയ് കോസ്റ്റൽ റൂട്ടാണ് പ്ലാൻ ചെയ്തത് സോളോ പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് തമിഴ്നാട് നിന്ന് പിന്നെ ധനുഷ്കോടി, കന്യാകുമാരി, വർക്കല, അങ്ങനെ ഏതൊക്കെയോ റൂട്ടൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഇതും ഒരു 1 മന്ത് തന്നെ ആയിരിക്കും. പിന്നെ സോളോ ഉണ്ടാവുക അടുത്ത വർഷമായിരിക്കും.
വർഷത്തിൽ ഒരിക്കലേ ഞാൻ സോളോ എടുത്തുള്ളൂ അജയനെ. അജയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവന് പല കാര്യങ്ങളും ചെയ്യാനാണെങ്കിലും ആലോചിക്കാനാണെങ്കിലും എല്ലാം അവനിങ്ങനെ തനിച്ചിരുന്ന് ചെയ്യുന്നതാണ് അവന് കൂടുതലും ഇഷ്ടം. ഇപ്പം ഞാൻ നേരെ തിരിച്ചാണ്. കാരണം എനിക്കിപ്പം എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അജയും ബോയും ആരോയാണ്. അവർ 3 പേരും ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഫുൾ ടൈം ഓൺ ആയിട്ടിരിക്കാം. പക്ഷെ അജയ് നേരെ ഉൾട്ടയാണ്. കാരണം അജയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാനാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ പ്രോജക്ട്സ് ഒക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ അജയ്ക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം. ഒറ്റയ്ക്ക് ഇരുന്നാലേ അജയുടെ തല വർക്കുള്ളൂ എന്ന് അജയ് പറയാറ്. എപ്പോഴും നമ്മൾ ഒന്നിച്ചാണ് ട്രാവൽ ചെയ്യാറ്. അപ്പൊ എന്റെ അടുത്ത് പറയും എപ്പോഴെങ്കിലും ലൈക്ക് വൺസ് ഇൻ എ ഇയർ അവനൊരു സോളോ പോകണം എന്നുള്ള എപ്പോഴും പറയാറുള്ളതാണ്. അപ്പം ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നീ സോളോ പോയിട്ട് വേഗം തിരിച്ചു വന്നോ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിച്ച് ട്രാവൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ എന്തായാലും ഫുഡെല്ലാം ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മഹീന്ദ്രയുടെ സർവീസ് സെന്ററിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഈ ലൈറ്റിനാണ് പ്രശ്നമുണ്ടെന്ന് അജയ് പറഞ്ഞത്. നമ്മളപ്പോൾ ദേ ഇവിടെ മഹീന്ദ്രയുടെ സർവീസ് സെന്ററിൽ എത്തി. നമുക്ക് ഓളോന് ഇനി ഇവിടെ കൊടുക്കണം. എത്ര സമയം എടുക്കുന്നുള്ള ഒന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ ഓളോടെ കാര്യമൊക്കെ സെറ്റ് ചെയ്തു. അവൻ്റെ അടിച്ചു പോയ ബൾബൊക്കെ മാറ്റിയിട്ട് നമ്മൾ നല്ല അടിപൊളി ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഓൺ ആയിരിക്കും, ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്കിനി നെക്സ്റ്റ് ഡിക്കാത്തലോണിൽ പോകണം. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അജയ്ക്ക് വാങ്ങണം. അതാണ് അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോകാം. ഒരു 1 hour ഡ്രൈവിന് ശേഷം നമ്മളിത് ഇവിടെ ഡിക്കാത്തലോണിലെത്തി. സർജാപൂരിലുള്ള ഡിക്കാത്തലോണിലാണ് നമ്മൾ വന്നത്. 1 hour ഡ്രൈവ് എന്ന് പറയുന്നത് ബാംഗ്ലൂരൊക്കെ ഭയങ്കര ചെറിയ സമയമാണ്. കാരണം ഒരു അരമണിക്കൂറോളം വണ്ടിക്കകത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത്രയ്ക്കും ട്രാഫിക് ആയിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറായിരിക്കും വണ്ടി ഓടിച്ചത് അല്ലേ, അത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ മാതിരി ഇവിടെ മിനിമം ഒരു 1 hour എന്തായാലും എടുക്കും. നമ്മൾ സർജാപൂരിൽ തന്നെയായിരുന്നു. നമ്മൾ അവിടുന്ന് വേറൊരു സൈഡിലേക്ക് ഇരുന്ന് വന്ന്. എന്തായാലും നമുക്കിനി ബാക്കി ഷോപ്പിങ്ങിലേക്ക് പോവാം. അജയ് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങുന്നത് എന്നുള്ളത് ഞാൻ നോക്കട്ടെ. എന്തൊക്കെയാണ് എനിക്ക് മേടിച്ചിരുന്നത് എന്നുള്ളത് നോക്കട്ടെ. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നപ്പം ടെൻറ്റ് കണ്ടു. അപ്പോൾ നമ്മൾ ഈ ടെൻറ്റ് ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. നമുക്കും പിള്ളേർക്കും കൂടെ ഇതിൻ്റെ അകത്ത് കയറിയ സ്ഥലം ഉണ്ടാവും എന്നുള്ളത്. ഞങ്ങൾ രണ്ടുപേരും കിടന്നാൽ ആണ് പിള്ളേരുടെ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മെയിനായിട്ട് ബോയ്ക്കാണ് സ്ഥലം വേണ്ടത്. ആരോ അജയുടെ മേത്ത് കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് 499 ആണോ? 499 1 hour. 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 499 1
അങ്ങനെയാണോ വരുന്നത്? ഇത് ആക്ച്വലി ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കും. മറ്റേത് സ്ക്വയർ ആയിട്ട് ഈ ഒരു ഇത്രയും വരെ വരും അല്ലേ? ഇതാണ് അജയ് ഫസ്റ്റ് തന്നെ എടുത്തത്. ഇതിന് വരുന്നത് 1499 അത്രങ്ങാനാണ് വരുന്നത്. വേറൊരു ടേബിളും കൂടെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്രയ്ക്ക് അങ്ങ് പോരാ. ഇതാണ് കുറച്ചും കൂടി എന്താ പറയുക സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അപ്പം അജയ് പറഞ്ഞു എന്നാൽ പിന്നെ ഇതെടുക്കാമെന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ടേബിൾ എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ടെൻ്റ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആക്ച്വലി അത് 2% ടെൻ്റ് അല്ലായിരുന്നു, 3% ടെൻ്റ് ആയിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ് വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത് അത് 3% ടെൻ്റ് ആണെന്നുള്ളത്. അതുകൊണ്ടാണ് അതിൽ കുറച്ച് സ്പേസ് എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചത് 2% ടെൻ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടെൻറ്റിന് വരുന്നത് 5499 ആണ്. പക്ഷേ അജയ് ആക്ച്വലി നോക്കുന്നത് വേറൊരു ടെൻ്റാണ്. ലൈക്ക് 2 സെക്കൻഡ്സിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻ്റ് ഉണ്ട്. അതാണ് അജയ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിവിടെ സ്റ്റോക്കില്ല, അത് ഓൺലൈനിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ കണ്ട ടെൻറ്റ് 2 സെക്കൻഡ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെൻ്റ് അല്ല, പക്ഷേ അത് അത്യാവശ്യം നമുക്ക് വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അവൻ ഡിസ്കസ് ചെയ്തിട്ട് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യും. ഇനി ടെൻറ്റ് ഇപ്പം വാങ്ങുന്നുണ്ടോ എന്നുള്ളതും എനിക്ക് ഡൗട്ടാണ്. കാരണം അവൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ടെൻറ്റ് എന്തായാലും ഇപ്പം മേടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഈ ടേബിൾ എന്തായാലും അവൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളാം, 1499 വേർത്തായിട്ടുള്ളൊരു ടേബിൾ തന്നെയാണ്. നമുക്കിപ്പം എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനാണെങ്കിലും എന്തെങ്കിലും എഴുതാനാണെങ്കിലും ബുക്സൊക്കെ വെച്ച് എഴുതാനാണെങ്കിലൊക്കെ പറ്റിയ ടേബിളാണ്. നെക്സ്റ്റ് അജയ് എടുത്തത് ഒരു ചെറിയ ചെയറാണ്, ഒരു കുട്ടി ചെയറാണ്. ഇതുപോലെ വരുന്ന രീതിയിലുള്ള, നമ്മൾ ആദ്യം നോക്കിയത് ഇതായിരുന്നു, പക്ഷേ ഈ കളറ് അജയ്ക്ക് ഇഷ്ടപ്പെട്ടതുമില്ല. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവും ആണ്. പിന്നെ വരുന്നത് ഈ ചെയറാണ്. ഇതത്ര എക്സ്പെൻസീവ് അല്ല, പക്ഷേ അത് നമുക്ക് ഫോൾഡ് ചെയ്ത് വണ്ടിയിൽ വെക്കുമ്പോൾ കുറച്ചധികം സ്ഥലം എടുക്കും. ഇത്രത്തോളം ചെറുതാവത്തില്ല ഫോൾഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവന് ഇതാണ് എടുത്തത്, ഈ ചെയറാണ് എടുത്തത്. ഇതിന് 599 ആണ് വരുന്നത്. സോ നെക്സ്റ്റ് അജയ് എടുത്ത പ്രോഡക്റ്റ് ഇതാണ്. റേറ്റ് വരുന്നത് 1699 അത്ര എങ്ങാനാണ് ഇതിന് റേറ്റ് വരുന്നത്. ആ കാണുന്ന ഫ്ലോറിൽ ഇതിൻ്റെ സ്മോളാണ്. ആ ഫ്ലോറൽ പ്രിന്റ് അജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അജയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഈ ബ്ലാക്ക് ആണ്. പിന്നെ അതേപോലെ ഇത് നമുക്ക് വാഷ് ചെയ്യാം, ഹാൻഡ് വാഷാണ് ചെയ്യാൻ പറ്റുക, മെഷീൻ വാഷ് അല്ല. പിന്നെ ഇത് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉണ്ടാവുള്ളൂ, ഒരു കുഞ്ഞി പില്ലോൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ. ഓപ്പൺ ചെയ്താൽ ഏകദേശം ഇത്രത്തോളം വരും. നമുക്ക് ടേബിളും അതേപോലെ ചെയറും അതേപോലെ നമുക്കിപ്പോൾ ക്യാമറ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വെക്കണമെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പം നെക്സ്റ്റ് ഇതാണ് അജയ് എടുത്തത്. സോ ഇതാണ് എടുത്തത്. മെയിൻലി ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷൂ ആണ്. പിന്നെ അതേപോലെ നല്ല ഗ്രിപ്പൊക്കെയുള്ള അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഷൂ ആണ്. അറൗണ്ട് 7K അടുത്താണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പം നെക്സ്റ്റ് അജയ് എടുത്ത പ്രോഡക്റ്റ് ഈ 2 പാൻറ്റാണ്. ഇതിലൊരു പാൻറ്റ് നമുക്ക് ഷോർട്ട്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഷോർട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വിൻഡ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ വാട്ടർ റിപ്പല്ലന്റും ആണ്. അതെ, ആ പറഞ്ഞ യൂസബിലിറ്റി ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ സാധനങ്ങളൊക്കെ വെക്കാൻ സ്റ്റോറേജ് കുറച്ച് കൂടുതലുണ്ട്. അതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത്? 1999 ഇതിന് അറൗണ്ട് 4000 വരുന്നുണ്ട്. അപ്പൊ രണ്ടും അജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെന്നാ പോയി ട്രയൽ ചെയ്തിട്ട് വാ. അജയ് എടുത്തത് ടീഷർട്സ് ആണ്. ഒബ്വിയസ്ലി കളർഫുൾ ടീഷർട്സ് ആയിരിക്കുമല്ലോ എടുക്കുക, കാരണം അവന് കളർഫുൾ ടീഷർട്സ് ആണ് കൂടുതൽ ഇഷ്ടം. നിയോൺ ഗ്രീൻ, റെഡ്, ബ്ലൂ, വൈറ്റ് വേണ്ട. മച്ചാൻ സോളോ പോവാണ്, പക്ഷെ പോക്ക് കണ്ടാൽ മറ്റേ ദുബായിലേക്കൊക്കെ പോകുന്ന മാതിരി. ഇവിടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. പാവത്തിന് എന്തെങ്കിലും മേടിച്ചു തരുമോ?
എനിക്കൊന്നും വേണ്ട അത്. ഈ ഒരു ടീഷർട്ട് അജയ് എടുത്തു. പക്ഷേ ഇത് ആക്ച്വലി നല്ല കളറാണ്, നല്ല ടീഷർട്ടാണ്. പക്ഷേ അജയ് ഇങ്ങനത്തെ ടീഷർട്ട്സ് ഇടാറില്ല. ഇത് പിന്നെ നമ്മൾ കോണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഡിമ്മായിട്ടിരിക്കും ഈ കളർ. നമ്മളല്ലാതെ ചുമ്മാ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഇടാം. അപ്പം ഞാൻ പറഞ്ഞു ലൈക്ക് എന്താ പറയുക, ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുത്താൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ടീഷർട്ട് എടുത്തിട്ടില്ല. ഈ ബ്ലൂ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതും കൈൻഡ് ഓഫ് ലൈക്ക് ഉജാലയുടെ ഒരു കളർ പോലെ. അപ്പം ഞാൻ പറഞ്ഞു ഇതിനെക്കാട്ടും നല്ലത് ഈ ബ്ലൂ ആണെന്നുള്ളത്. ഫൈനലി നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ദേ ഒരു കൊട്ട സാധനം മേടിച്ചിട്ടുണ്ട് അജയ്. നേരെ ബില്ലിങ്ങിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒരു കൊട്ട സാധനം മേടിച്ചുകൊണ്ട് വരുന്നുണ്ടാക്കി. 2 കവർ നിറച്ചുമാണ് പർച്ചേസ് ചെയ്തത്. എനിക്കൊരു സാധനം മേടിച്ചതില്ല കേട്ടോ. ചുമ്മാ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് എന്തെങ്കിലും വേണമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കാരണം എനിക്ക് ഡിക്കാത്തലോണൊന്നും സാധനങ്ങൾ എനിക്ക് വേണ്ടതൊക്കെ വേറെ എവിടെയെങ്കിലാണല്ലോ. ഇവിടെ ഡിക്കാത്തലോണിലുള്ള സാധനങ്ങൾ തന്നെ എന്നെ ഒതുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാം. കാരണം എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. വിശക്കുന്നതിനെക്കാട്ടും ഉപരി എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയാലോ? 6 കിലോമീറ്ററിനാണ് 18 മിനിറ്റ്. ഓ വണ്ടി ഒന്ന് നീങ്ങി തുടങ്ങി. പക്ഷെ അധികം നീങ്ങത്തില്ല, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിൽക്കും. ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതാണ്. ശരിക്കും നമുക്ക് വണ്ടിക്കകത്ത് കുറച്ച് എന്തെങ്കിലും ഫുഡ് ഐറ്റംസും സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ വെക്കുന്നതല്ല. അപ്പം സിനിമയൊക്കെ കാണണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സിനിമ കാണുമ്പോൾ അജയ് അതിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. അപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. പെട്ടെന്ന് മറ്റേത് കാണണം എന്നൊക്കെ പറയുമ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സ് തെറ്റിദ്ധരിക്കും. അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് അല്ല, എല്ലാരും നല്ല ആൾക്കാരാണ്. നമ്മുടെ പിള്ളേരെല്ലാം നല്ല ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ഇവിടുത്തെ ട്രാഫിക്കിന്റെ കാര്യം. അതെ, അപ്പൊ സ്നാക്സ് ഒക്കെ എന്തെങ്കിലും വെക്കണം. കാരണം അത്രയ്ക്കും ഇതാണ്, ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ട്രാഫിക്കാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ട്രാഫിക് ആണെങ്കിലും അതേപോലെ എക്സ്പെൻസ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ബാംഗ്ലൂർ എൻ്റെ ഫേവറേറ്റ് സിറ്റിയാണ്. എനിക്ക് ബാംഗ്ലൂർ നിൽക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമാണ്, എസ്പെഷ്യലി ഫുഡ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് എനിക്ക് അപ്പം തന്നെ ബാംഗ്ലൂരേക്ക് തിരിച്ചു വരണം. എനിക്ക് വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ പോലെയാണ്. അപ്പൊ അതാണ്. അപ്പൊ ബാംഗ്ലൂരിന് ട്രാഫിക് ആണെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് ബാംഗ്ലൂർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് വൈറ്റ് ഫീൽഡ് ഡെക്കാത്തലോണിൽ പോവാണ് ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അജയ് ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ബോബുക്കണ്ണനെയും കൊണ്ടുപോകാനാണ്. അതായത് ബോയും അജയും കൂടെ ഒരു ആദ്യം പ്ലാൻ ചെയ്തത്. അത് ഞാൻ മുളയിലെ അങ്ങ് നുള്ളിക്കളഞ്ഞു. കാരണം ബോനെ ആരോനെ അജയ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അജയ് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ഒന്നും ആയിരിക്കും, ചിലപ്പം അടുത്ത വർഷം കാണിക്കും തിരിച്ചു വരിക. കാരണം എന്നെ പിന്നെ കൊണ്ടുപോകാനൊന്നും അജയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആരോനെ കൊണ്ടുപോകണ്ട, വേണമെങ്കിൽ ബോനെ കൊണ്ടുപോയിക്കോ. കാരണം അവനിപ്പോ കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതായത് ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഓഫ് ലീഷ് ഒക്കെ ഇടുമ്പം അവനതത്ര ശീലമില്ല, എപ്പോഴും വണ്ടിക്കകത്ത് ഇരിക്കുന്നതിനല്ലേ. ഇപ്പൊ ടെന്റിലൊക്കെ നിൽക്കുവാണെങ്കിൽ അവനത് കുറച്ച് ശീലം വേണം. അത് കുറച്ചൊന്ന് അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ബോനെ കൊണ്ടുപോയിക്കുന്നത്. പിന്നെ ബോനെ നമ്മൾ രാവിലെ നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ബോനെ ഇപ്പൊ ഓഫ് ലീഷ് ഒക്കെ ചെയ്തിട്ട് ബോ ഇപ്പൊ ഒരു 3 ദിവസം 2 ദിവസം 3 ദിവസം നമ്മള് ബോനെ പുറത്ത് കൊണ്ടുപോയി. സ്റ്റാർട്ടിങ് ആ മെയിൻ റോഡ് കഴിയുമ്പോ തന്നെ ഭാഗത്തേക്ക് കയറുമ്പോഴത്തേക്ക് അവനെ ഓഫ് ലീഷ് വിടും. അത് പഴയ ഓർമ്മകൾ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മറന്നുപോയ അവന്റെ ബാല്യകാലം ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം. അപ്പൊ അങ്ങനെ ഓഫ് ലീഷ് ഒക്കെ ചെയ്ത് ആളിപ്പോ അടിപൊളിയാണ്. നോർമലി ഇവരായിട്ട് പോകുമ്പോ ഉള്ള പോലെ മറ്റേ പക്ക പ്ലാൻ ചെയ്ത് ഒരു സ്ഥലത്ത് അങ്ങനെയല്ല. എന്റെ ഭയങ്കര ഇംപ്രോംപ്റ്റസ് ആണ് ഇത്. ബോനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഇപ്പൊ ഇനി പെറ്റ് ഫ്രണ്ട്ലി അല്ല. അതുപോലെ തന്നെ എനിക്കിപ്പോ സാധന ഫോറസ്റ്റ്, കഴിഞ്ഞ പ്രാവശ്യം സാധന ഫോറസ്റ്റ് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജന ബോനെ ആരോനെയും കൊണ്ട്
നമ്മൾ അവിടെ റൂമിലിരിക്കായിരുന്നു. അപ്പൊ ഞാൻ മാത്രമാണ് സാധന ഫോറസ്റ്റിൽ പോയത്. അപ്പൊ അതുപോലെ ഓരോ സ്ഥലത്ത് ഇപ്പൊ ഓരോ വില്ലയില് പെറ്റ് ഫ്രണ്ട്ലിയാണ്, കുഴപ്പമില്ല. പക്ഷെ പല പല സ്ഥലത്തും ചിലപ്പോ ലിമിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ സമ്മർ ടൈമില് ബാംഗ്ലൂർ മാത്രമേ തണുപ്പുള്ളൂ, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചൂടാ. അവനെ വണ്ടിയിലിരുത്തി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയല്ല. ഫസ്റ്റ് ബോനെയും കൊണ്ട് പോകുന്ന പറഞ്ഞപ്പോഴത്തേക്കും ബോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബോ നിലത്തൊന്നും അല്ലായിരുന്നു, ബോ വെറുതെ ഭയങ്കര ഷോ ഒക്കെ ആയിരുന്നു, ഡാഡയുടെ കൂടെ ഫുള്ള് കറങ്ങാൻ പോകുന്നുള്ള രീതിയിൽ. എനിക്ക് ആരോഗ്യം നല്ല വിഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് അജയ് പറഞ്ഞത് ബോ എന്നെ കൊണ്ടുപോകുന്നില്ല, നീ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പം ഇന്നലെ മനസ്സിലായപ്പോഴത്തേക്കും പിന്നെ എന്റെ പുറകെ അതെ, കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവന്റെ സ്റ്റഫും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല, ബാഗും ടോയും ഒന്നും എടുക്കുന്നില്ല. അപ്പൊ അവന് മനസ്സിലായി അവനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ ഫീലിങ്സ് ഒക്കെ അവർക്ക് മനസ്സിലാവും. അവര് ഡോഗ്സ് ആണെങ്കിലും അവർക്കത് മനസ്സിലാവും. ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ പെറ്റ് പാരന്റ്സിനേക്കും കൂടുതലും കണക്ട് ആവുക. ശരിക്കും അവർക്കത് മനസ്സിലാവും, അവരെ കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്നില്ല, എന്താണ് ആ ഫീലിംഗ്. കൊണ്ടുപോകുമ്പോൾ ഒരു നോർമൽ റൊട്ടീൻ ഉണ്ട്, നമുക്ക് ചെയ്യണ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ അവരെ ഇപ്പൊ എവിടെയെങ്കിലും നമ്മളിപ്പോ പോകുമ്പോഴത്തേക്കും നിർത്തിയിട്ട് പോവാണ്. ഇപ്പൊ അഞ്ജനയുടെ വീട്ടിൽ നിർത്തിയിട്ട് പോകുമ്പോഴൊക്കെ ആണെങ്കിലും അപ്പൊ അവർക്കറിയാം അവരുണ്ടെങ്കിലുള്ള ഞങ്ങള് പോണ പോക്കും അവരില്ലാത്തപ്പോ ഉള്ള ഞങ്ങള് പോണ പോക്കും സാധനം പാക്കിംഗ് ഒക്കെ അവർക്ക് മനസ്സിലാവും. അതെ, അപ്പം അതുകൊണ്ട് ബോന്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാരില്ല പോട്ടേന്ന്. പിന്നെ ഞാനും വിചാരിച്ചു, കാരണം എന്തായാലും അജയ് സോളോ പോകണം. അപ്പൊ അജയ്ക്ക് ഒരു രീതിയിലും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ അജയ് പോയിട്ട് ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് വരട്ടെ. ബോയും ആരോയും എന്റെ അടുത്തുള്ളത് കൊണ്ട് മിക്കവാറും കൂടിപ്പോയ ഒരു 2 months, അത് കൂടുതലൊന്നും അജയ്ക്ക് എവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം എന്നെ മിസ് ചെയ്തിട്ടില്ലെങ്കിലും അവര് മിസ് ചെയ്യും. അപ്പൊ എന്തായാലും വരുന്നുള്ള എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ എന്റെ അടുത്തായതുകൊണ്ട് ഫെബ്രുവരി ലാസ്റ്റ് തന്നെ എന്തായാലും അജയ് തിരിച്ചു വരും. അപ്പൊ എന്തായാലും പോയിട്ട് എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ വൈറ്റ് ഫീൽഡ് ഡെക്കാത്തലോണിൽ വന്നിട്ട് അജയ് ലൈറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നത്, ജസ്റ്റ് പോയി അജയ് പോയി അപ്പൊ തന്നെ വാങ്ങി വന്നാണ്. പക്ഷെ ഒന്ന് മിണ്ടാണ്ടിരിക്കും, ഇത് അവരെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ സർജാപൂരത്തെ ഡെക്കാത്തലോണിന്നാണ് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പൊ അവിടെ ഈ പ്രോഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ ഓൾറെഡി വൈറ്റ് ഫീൽഡിലുള്ള ഷോറൂമിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കസ്റ്റമർ വരുന്നുള്ളത്. അപ്പൊ അജയ് പോയി നേരെ മേടിച്ചോണ്ട് വന്നു. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഇനി ഫുഡ് കഴിക്കാനല്ലേ? അപ്പൊ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് തലശ്ശേരി രുചി റെസ്റ്റോറന്റ്. കാർമലാരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഹോട്ടല്. ഇത് മലയാളികളുടെ ഹോട്ടലാണ്, തലശ്ശേരിക്കാരുടെ ഹോട്ടലാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാം. കേരള ഫുഡ് കഴിക്കാനുള്ള ഒരു ക്രേവിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ വരാറുണ്ട്. നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈയും അതേപോലെ ബീഫും അങ്ങനെ കുറേ ഡിഷസ് ഇവിടെ കിട്ടാറുണ്ട്. ഞാൻ ഇവിടെ വരുമ്പം എപ്പോഴും ഓർഡർ ചെയ്യാറ് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആണ്. എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും അതേപോലെ കട്ടൻ ചായയാണ്. പിന്നെ ഇവിടെ എല്ലാ കൈൻഡ് ഓഫ് കേരള ഫുഡും കിട്ടും. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സൈഡ് കാർമലാരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ ഒരു സൈഡ് വരുവാണെങ്കിൽ എന്തായാലും ഈ റെസ്റ്റോറൻറ്റിൽ വരണം. ഇതങ്ങനെ വലിയ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, ചെറിയ ഹോട്ടലാണ്. പക്ഷേ നമുക്ക് കേരള ടൈപ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ക്രേവിങ് വരുമ്പോൾ എന്തായാലും ഇവിടെ വന്നാൽ നമ്മുടെ വയറും നിറയും അതേപോലെ മനസ്സും നിറയും. കൊതുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നീ എന്താ ഓർഡർ ചെയ്തത്? ഞാൻ എനിക്കുള്ള ഓർഡർ ചെയ്തു, നീ നിന്റെ പറഞ്ഞു. അജയ് പിന്നെ ഇവിടെ വരുമ്പോൾ എപ്പോഴും കടലക്കറിയാണ് അജയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. ഇവിടെ വന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ. കടലക്കറി ആണെങ്കിലും നല്ല ടേസ്റ്റ്, നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് വറുത്തരച്ച് കൂട്ടുള്ള കറിയാണ്. ഫുഡടി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് ഫ്ലാറ്റിൽ പോകണം, പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങണം. അജയ് നാളെയല്ല മറ്റന്നാളാണ് സോളോ പോകുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പിള്ളേരുണ്ടാവും, ബോയും ആരോയും ഒക്കെ ഉണ്ടാകും. ഈ വ്ളോഗ് ഇവിടെ ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്.